ദൈവനാമം മഹത്വപ്പെടട്ടെ. കർത്താവിൽ പ്രിയ കൊച്ചുമ്മമാരെ, നാം നോമ്പിലൂടെ കടന്നു പോവുകയാണല്ലോ. നോമ്പൊരു തിരിച്ചു വരവിൻ്റെ സമയമാണ്. നമ്മെ പൂർണ്ണമായി ശോധന ചെയ്യേണ്ട സമയം, നമ്മെ തന്നെ നിർമ്മലീകരിക്കേണ്ട സമയം. ദൈവം നമ്മെ ഭയങ്കരവും അതിശയകരമായി ലോകസ്ഥാപനത്തിന് മുമ്പേ മെടഞ്ഞെടുത്തിരിക്കുന്നു. എന്നാൽ ലോകമോഹങ്ങളിൽ അകപ്പെട്ട് അന്ധകാര ശക്തികൾക്ക് നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുത്ത് ദൈവം നമുക്ക് തന്ന സ്വരൂപവും സാദൃശ്യവും നാം നശിപ്പിച്ചു കൊണ്ടിരിക്കുന്നു. നമുക്കൊരു സുബോധം ആവശ്യമാണ്. മുടിയനായ പുത്രൻ സുബോധം വന്നപ്പോൾ തൻ്റെ അപ്പൻ്റെ അടുക്കൽ വന്ന് മുട്ടുകുത്തി മാപ്പ് അപേക്ഷിച്ചതുപോലെ നാം തിരികെ വരണം. കർത്താവിനെ തള്ളിപ്പറഞ്ഞ പത്രോസ് കരഞ്ഞു കരഞ്ഞ് തൻ്റെ കവിളുകൾ കണ്ണീർ തടങ്ങളാക്കി ശിഷ്ടായുസ് മുഴുവൻ കർത്താവിനായി വേല ചെയ്ത് അവസാനം തൻ്റെ നാഥൻ്റെ കാൽപാദങ്ങളിൽ മുത്തുന്ന രീതിയിൽ മരിക്കുവാൻ തന്നെ തലകീഴായി ക്രൂശിക്കണമെന്ന് അപേക്ഷിച്ചത് അനുതാപത്തോടുകൂടിയ തിരിച്ചുവരവിൻ്റെ മാതൃകയാണ്. സമാധാന നഗരമായ യെരുശലേം വിട്ട് അന്ധകാര നഗരമായ എമ്മാവൂസിലേക്ക് യാത്ര ചെയ്ത ശിഷ്യന്മാരിൽ ലക്ഷ്യബോധമില്ലായ്മ, കലഹം, തർക്കം, വാടിയ മുഖം ഇവയൊക്കെയായിരുന്നു. എന്നാൽ കർത്താവ് അവരോട് കൂടെ രാപാർത്ത് കർത്താവ് വാഴ്ത്തി നുറുക്കിക്കൊടുത്ത അപ്പം ഭക്ഷിച്ച ശിഷ്യന്മാരുടെ ഹൃദയം കത്തിജ്വലിച്ച് അവർ കർത്താവിൻ്റെ വേലയ്ക്കായി തിരികെ വന്ന് അവർ രക്തസാക്ഷിയാകുന്ന സാഹചര്യമുണ്ടായി. ലൂക്കോസിൻ്റെ സുവിശേഷം 24-ാം അധ്യായത്തിൽ ഈ തിരിച്ചുവരവിനെ പറ്റി എഴുതിയിരിക്കുന്നു. അശുദ്ധാത്മാവ് ഒരാളെ വിട്ടുപോയിട്ട് അവന് വേറെ ആരെയും കിട്ടാഞ്ഞിട്ട് അടിച്ചുവാരി വൃത്തിയാക്കിയ നിലം പോലെയുള്ള ആ മനുഷ്യനിൽ വീണ്ടും പ്രവേശിക്കാൻ തന്നിലും ശക്തരായ 7 ആത്മാക്കളെയും കൊണ്ട് തിരികെ അവനിൽ പ്രവേശിച്ചു. മുമ്പിലത്തേക്കാൾ അധികം വഷളാക്കുന്ന അനുഭവം ലൂക്കോസിൻ്റെ സുവിശേഷം 11-ാം അധ്യായം 24 മുതൽ 26 വരെയുള്ള വാക്യങ്ങളിൽ പ്രതിപാദിച്ചിരിക്കുന്നു. ദൈവം തന്നിരിക്കുന്ന സാഹചര്യങ്ങളും താലന്തുകളും രൂപാന്തരപ്പെടണമെങ്കിൽ നാം മഹത്വത്തിലേക്ക് നോക്കണം. ഞാൻ എൻ്റെ കണ്ണുകൾ പർവ്വതങ്ങളിലേക്ക് ഉയർത്തും. പർവ്വതം ഉയരത്തെയും ഉയരം മഹത്വത്തെയും സൂചിപ്പിക്കുന്നു. ഈ ഉയരത്തിലേക്ക് നോക്കി ദൈവമഹത്വത്തെ ദർശിക്കാൻ കഴിയാതിരുന്ന കൂനിയായ സ്ത്രീയെ കർത്താവ് സുഖപ്പെടുത്തിയപ്പോൾ അവൾ ദൈവമഹത്വം ദർശിച്ച് കർത്തൃസന്നിധിയിൽ നന്മയുള്ളവളായിത്തീരുന്നു. സാത്താൻ അലറുന്ന സിംഹം പോലെ ആരെ വിഴുങ്ങേണ്ടു എന്ന് ചിന്തിച്ച് നമ്മെയും നമ്മുടെ കുഞ്ഞുങ്ങളെയും വട്ടമിട്ടുകൊണ്ടിരിക്കുന്നു. നോമ്പാലും പ്രാർത്ഥനയാലും ഉപവാസത്താലും നാം സാത്താനെ കീഴ്പ്പെടുത്തണം. നമ്മുടെ കുഞ്ഞുങ്ങൾ ദൈവമഹത്വം ദർശിക്കുവാൻ അവർക്ക് വേണ്ടി സമയം കണ്ടെത്തണം. അവർ ഒറ്റപ്പെട്ടു പോയി എന്ന തോന്നൽ ഒരിക്കലും അവർക്കുണ്ടാകരുത്. പൈതൽ പ്രായം മുതൽ കർത്താവിൻ്റെ നിസ്തുല സ്നേഹത്തെ അവരിലേക്ക് ഒഴുക്കിയാൽ അവർ മറ്റു വഴികളിൽ നിന്നും കിട്ടുന്ന സ്നേഹത്തിനോ ഉന്മാദത്തിനോ വഴിപ്പെടുകയില്ല. വളരുന്ന കുഞ്ഞുങ്ങളുടെ തലച്ചോറിലെ കോശങ്ങളെ കാർന്നു തിന്നുന്ന മദ്യം, മയക്കുമരുന്ന്, MDMA, കഞ്ചാവ്, മീഡിയ അഡിക്ഷൻ ഇവയിൽ നിന്നും കുഞ്ഞുങ്ങളെ വീണ്ടെടുക്കാൻ ക്രിയാത്മകമായി നാം പ്രവർത്തിക്കണം. അവരുടെ കൂട്ടുകെട്ടിലും പ്രവർത്തനങ്ങളിലും നാം ശ്രദ്ധാലുക്കളായിരിക്കണം. നമുക്ക് വേണ്ടി ക്രൂശിൽ തൻ്റെ ജീവനെ വെടിഞ്ഞ കർത്താവിൻ്റെ അനുയായിയായി ഒരു കുഞ്ഞിനെയോ ഭവനത്തെയോ രക്ഷപ്പെടുത്തിയാൽ നമ്മുടെ നോമ്പ് അർത്ഥപൂർണമാകും. കർത്താവ് കാണിച്ച നിസ്വാർത്ഥ സ്നേഹം നമ്മുടെ കുടുംബത്തോടും സമൂഹത്തോടും അർഹിക്കുന്ന രീതിയിൽ പങ്കിട്ടാൽ സമൂഹത്തിൻ്റെ തിന്മകളോട് ചെറുത്ത് നിൽക്കാൻ നമുക്ക് സാധിക്കും. നരച്ച തല ശോഭയുള്ള കിരീടമാണ്. പ്രായമായവർ അനുഭവ സമ്പത്തുള്ളവരാണ്. അവരുടെ നല്ല ഉപദേശം നാം ഉപേക്ഷിക്കാതെ കുഞ്ഞുങ്ങൾക്ക് പകർന്നു കൊടുക്കണം. നമ്മളുടെ അമൂല്യ സ്വത്തുക്കൾ നമ്മളുടെ കുഞ്ഞുങ്ങളാണ്. ഏതു വിധേനയും അവരെ രക്ഷിക്കണം. നോമ്പാൽ ഒരുക്കിയ നിലങ്ങളിൽ സാത്താൻ പ്രവേശിക്കാതിരിക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം, പ്രവർത്തിക്കാം, പ്രകാശിക്കാം. അതിനായി ദൈവം നമ്മെ ഏവരെയും സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ എളിയ വാക്കുകളെ ഞാൻ ഉപസംഹരിക്കുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.